ഹലോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഭയങ്കര ചൂടാണല്ലേ, അതൊക്കെയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ സൺഡേ വെച്ചതാണ് നമ്മുടെ സീഡ്സ് ഒക്കെ പാകി ചെയ്ത് കഴിഞ്ഞ സൺഡേ ആണ്. അപ്പം ഇന്നിപ്പം അടുത്ത സൺഡേ ആണ്, അതായത് ഒരാഴ്ചയായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നട്ട ചെടികളുടെ എല്ലാം അപ്ഡേറ്റ്സ് ഒന്ന് തരാമെന്ന്. ഓരോന്നിൻ്റെ ആയിട്ട് കാണിച്ചു തരാം. ഇത് സാധാരണ കുക്കുംബറാണ്, കക്കിരിയിലെ സാധാരണ. ഇതുണ്ടോ, ഞാൻ ഒരു വിത്ത് അധികം പാകിയിട്ടില്ല കേട്ടോ. അതായത് തക്കാളി എന്ന് പറയുമ്പോൾ കുഞ്ഞു വിത്താണല്ലോ, അപ്പൊ അതുപോലെ മാക്സിമം ഒരു 15 മാക്സിമം അങ്ങനെയാണ് ഞാൻ പാകിയിരിക്കുന്നത്. അപ്പം ഇത് ഞാനൊരു ഇതുണ്ടോ 2, 4, 6, 7 ഉണ്ട്. ഞാൻ ഒരു 10 ഇട്ട് കാണും. അപ്പൊ അതിനകത്ത് 7 കിളിർത്തിട്ടുണ്ട്. അത് തന്നെ കൂടുതലാണ് ശരിക്കും. നമ്മൾ ഇപ്പൊ ഒരു കുഞ്ഞു ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൂടുതലാണ്. അതിന്റെ ഗ്രോത്ത് ഇത് കുഴപ്പമില്ല. ഞാൻ പറയാൻ വന്നത്, ബിറ്റ്വീൻ ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യമേ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സക്സസ് ആയിരിക്കും നമ്മൾ വിചാരിക്കരുത്. ഫ്ലോസ് ഉണ്ടാവും. ഇതിനകത്ത് എനിക്ക് ഫ്ലോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാം 100% വിജയം വരത്തില്ല. അതായത് നമ്മൾ പഠിക്കുമല്ലോ, തെറ്റുകൾ, ട്രയൽ ആൻഡ് എറർ ആണല്ലോ നമ്മളുടെ ഒരു നേച്ചർ. അപ്പം അങ്ങനെ പഠിക്കുവാണല്ലോ. അപ്പം തെറ്റുണ്ടാവും, നമ്മളപ്പോൾ അടുത്ത പ്രാവശ്യം തിരുത്തുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ളൂ നമ്മൾ അതിൽ പക്കയാവത്തുള്ളൂ, പ്രോ ആവത്തുള്ളൂ. അപ്പം ഇതുണ്ടോ, ഇത് ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെറി ടൊമാറ്റോ, ഇതൊരു വീട്ടിലേക്ക് ആവശ്യമൊന്നും പറയാനില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയത് കൊണ്ട് ചെറി ടൊമാറ്റോ ചൂസ് ചെയ്തായിരുന്നു കേട്ടോ. ആ ചെറി ടൊമാറ്റോയുടെ റെഡും യെല്ലോയും എടുത്ത് ഞാൻ. കുഴപ്പമില്ല, ഇതിങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് സ്നോ വൈറ്റ് കുക്കുംബർ, അതും അത്യാവശ്യം ഉണ്ട്. ഇതുണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8 കിളിർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8 വിത്ത് നമ്മളുടെ വെണ്ടയ്ക്ക 8 പാകി, ഇതിൽ 4 കിളിർത്തു. ഇനി ഇത് വഴുതനയും അത്യാവശ്യം കിളിർത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫ്ലോസ് പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുവാണ്. കിളിർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലോസ് എവിടെയാണ് നിങ്ങൾക്ക് തോന്നും, ഇതെന്താണ് എല്ലാം കിളിർത്തിട്ടുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷെ അതല്ല, ഞാൻ പറഞ്ഞത് ഇതും വഴുതനയാണ്. ഇനി ഇതുണ്ടോ, കിളിർക്കാത്ത കുറച്ച് കിളിർക്കാത്തെന്ന് പറഞ്ഞാൽ കിളിർക്കുന്നുണ്ട്. ഇതിനകത്ത് ക്ലോസപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കിളിർത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ പോയ ഒരു 10 തക്കാളി വിത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇതുണ്ടോ 2 ഉള്ളൂ, കിളിർത്ത് വരുന്നുള്ളൂ. ഇനി ഒട്ടും കിളിർക്കാത്ത ഗ്ലാസ്സുകളും ഉണ്ട്. ഇതുണ്ടോ, ഒട്ടും കിളിർക്കാത്തതും ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് പറയാം. ഇതുണ്ടോ, ഇത് മുളകാണ്. അപ്പം ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറയുമല്ലോ, തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. അപ്പം ഇതെനിക്ക് ശരിക്കും അങ്ങനെയാണ് തോന്നുന്നത്. അതൊരു ട്രയൽ പോലെ, ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ട് ഇത് ട്രയൽ ആയിരുന്നതുപോലെ തോന്നുള്ളൂ. അപ്പം ഇതിന് നെക്സ്റ്റ് ടൈം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞുതരാം എനിക്കുണ്ടായ ഫ്ലോസ്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, ചില വിത്തുകൾ, അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ മുളകാണ് കിളിർത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ 7 days നമ്മൾ സാധാരണ വെറുതെ ചെടിച്ചട്ടിക്കകത്ത് മുളക് ഇട്ടാൽ പോലും അത് നന്നായിട്ട് കിളിർത്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് അനുഭവമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതിപ്പോൾ എന്താണ് ഇത്രയും ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ലിമിറ്റഡ് സ്പേസിൽ കുറേ നമ്പർ ഓഫ് ഒത്തിരി സീഡ്സ് പാകി. പിന്നെ ഇത് കണ്ടോ, ഈ ഗ്ലാസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഭയങ്കരമായിട്ട് ഓവർ വാട്ടറിങ് ആയിപ്പോയി. ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചു, അപ്പൊ കുറേ വിത്തുകൾ ചീഞ്ഞു പോയി. അപ്പം അതൊക്കെ നിങ്ങൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്റ്റാർട്ടേഴ്സിനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ഇതുപോലത്തെ ഗ്ലാസ്സിലൊക്കെ നടുന്നതാണ് നല്ലത്. ഒന്നാമത്തെ കാര്യം, ഇത് ഡീഗ്രേഡബിൾ ആണ്. ഇപ്പൊ വേസ്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക്കിന്റെ സംഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പേപ്പർ ഗ്ലാസ് നട്ടത്. അതുകൊണ്ട് എനിക്കിത് അറിയാൻ പറ്റിയത്. ഇതുണ്ടോ, ഓവർ വാട്ടറിങ് ആയിപ്പോയി. അപ്പൊ കുറെ വിത്തുകൾ ചീഞ്ഞു പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഈ മുളകിനെ ഒന്നും അല്ല, കൂടുതൽ അഫക്റ്റ് ചെയ്തത് എൻ്റെ പയറിനെയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മുളക് പോലുള്ള വിത്തുകൾ ഇടുമ്പോൾ നമ്മളത് വെള്ളത്തിൽ ഇടണമായിരുന്നു. അത് എക്സ്പെഷ്യലി ഈ മുളക് പോലത്തെ വിത്തുകൾ ഇടുമ്പോൾ അത് ലൂക്ക് വാം വാട്ടർ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ പറ്റിയാൽ ഓവർനൈറ്റ് വെച്ചിട്ട് വേണമായിരുന്നു പാകാൻ. അപ്പൊ അതിന്റെ ജെർമിനേഷൻ റേറ്റ് കൂടും. നമുക്കിനി ഒരു വീഡിയോയിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ അതിന്റെ ജെർമിനേഷൻ റേറ്റ്. അപ്പൊ അതാണ് എനിക്ക് ഇത്രയും സമയം എടുത്തത് ഇത് കിളിർക്കാൻ. ഇനി എൻ്റെ ഒരു ഓവർ വാട്ടറിങ് മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനകത്ത് ഞാൻ 4 വിത്താണ് കേട്ടോ പാകി. ഒന്നാമത്തെ കാര്യം, 4 വിത്ത് പാകാൻ പാടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് 4 പാകുമ്പോൾ 1 കിളിർക്കത്തുള്ളൂ, അങ്ങനത്തെ ഇതാണ്. പക്ഷെ അല്ല, നല്ല ജെർമിനേഷൻ റേറ്റ് ഉള്ള സീഡ് ആണെങ്കിൽ 2 or 3 കിളിർക്കും.
ഇതിപ്പം ഇതുണ്ടോ, ഇതിപ്പോൾ ഇത് കിളിർത്ത് വന്നിട്ട് പോലും എന്താണ് വെള്ളം കൂടി പോയതുകൊണ്ട് ഇതിൻ്റെ ആ പയറുണ്ടല്ലോ അത് ചീഞ്ഞു പോയി. അപ്പം ഇത് ചീഞ്ഞു പോയി. അതുകൂടാതെ തന്നെ ഇതിനകത്ത് പല പയറും വെള്ളം കൂടി പോയതുകൊണ്ട് ചീഞ്ഞു പോയി കേട്ടോ എനിക്ക്. അപ്പം എനിക്ക് അതൊരു അപ്പം നന്നായിട്ട് വാട്ടറിങ് ശ്രദ്ധിക്കണം. ഒന്നാതെ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ ഡ്രെയിനേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ മറ്റേ സോയിങ്ങിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും, ഞാൻ നന്നായിട്ട് ഡ്രെയിനേജ് ഒക്കെ കൊടുത്തിരുന്നതാണ്. പക്ഷെ ചകിരിച്ചോറല്ലേ, അപ്പം അത് കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ വെള്ളം കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും കൊടുത്തു. അപ്പം അത് ഓവർ വാട്ടറിങ് ആയി പോയതുകൊണ്ട് അത് ചീഞ്ഞു പോയി. അപ്പം ഇന്നത്തെ തവണ നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ജെർമിനേഷൻ റേറ്റ് പറയുമ്പോൾ അത്യാവശ്യം വിത്തുകളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, കിളിർത്തു. പയറും ബീൻസും ഒക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് 2-3 വിത്തുകൾ ഇങ്ങനെ ഓവർ വാട്ടറിങ് കാരണം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു സങ്കടമുണ്ട്. അല്ലാതെ കുഴപ്പമില്ല കേട്ടോ. ഇതുണ്ടോ, നോക്ക്, ഇത് പയറാണ് കിളിർത്തോണ്ടിരിക്കുന്നുണ്ട്. ഇത് ജെർമിനേഷൻ റേറ്റ് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മിസ്റ്റേക്കാണ്, ഇത്രയും സീഡ്സ് നമ്മൾ പാകാൻ പാടില്ല. ഒരു ഗ്ലാസ്സിൽ മാക്സിമം 2 സീഡ് പാകാവുള്ളൂ. കാരണം ഒരെണ്ണം കിളിർത്തില്ലല്ലോ ഒരെണ്ണം കിളിർക്കും ഉറപ്പാണല്ലോ. അതിനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിനൊരു ബേർഡൻ ആയി പോകത്തില്ലേ. നമ്മൾ അത്രയും ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇത് എത്ര ഹെൽത്തി ആയിട്ട് വരും എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്താണേലും നോക്കാം. അപ്പം ഇതെനിക്കൊരു പാഠം പോലെയായിരുന്നു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലായി. ഇനി കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യാനുള്ളൊരു ലെസൺ. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുറേ ഫ്ലോസ് ഉണ്ടാവും. നമ്മൾ ഒത്തിരി വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം തുടക്കത്തിൽ നമ്മൾ പ്രോയൊന്നും ആകത്തില്ല. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇതുപോലെ ഫ്ലോപ്സ് ഉണ്ടാവും. അതിൽ നമ്മൾ വീണ് പോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല അങ്ങനെ വിചാരിക്കരുത്, പറ്റും. അപ്പം നെക്സ്റ്റ് ടൈം കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ സീഡ് കിളിർപ്പിക്കാൻ കണ്ടോ, ഇപ്പം ഇത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അതായത് ഈ സീഡ് കിളിർപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരാഴ്ച എടുത്തു. ഇനി ഇത് 2 വീക്സിലേ നമുക്ക് റീപ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അതിന് വേണ്ട വളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ആക്കാനും അങ്ങനെ സമയമെടുക്കും. അതേസമയം നിങ്ങൾക്ക് വേഗം, ഇപ്പം നിങ്ങളിപ്പം ഇത്രയും ക്ഷമയില്ലെങ്കിൽ വേഗം എല്ലാം റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവൈലബിൾ ആയിട്ടുള്ള കിളിർപ്പിച്ച സീഡ്ലിങ്സ് ഉണ്ടല്ലോ, ഈ സാപ്ലിങ്സ് നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഇത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാം ആ സാപ്ലിങ്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട വെറൈറ്റീസ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പം നിങ്ങൾ പോയിട്ട് യെല്ലോ ചെറി ടൊമാറ്റോ വേണമെന്ന് കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാപ്ലിങ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല, കിട്ടുന്നിടം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത്രയാണ് എൻ്റെ അപ്ഡേറ്റ്സ്. അപ്പം ഞാൻ എൻ്റെ സക്സസ് മാത്രമല്ലല്ലോ, നമ്മളുടെ ഫ്ലോസും നമ്മൾ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതും ഒരു ഇൻസ്പിറേഷൻ അല്ലേ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് കേട്ടോ കിളിർത്തതും കിളിർക്കാത്തതും ഒക്കെ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും പറ്റുന്ന അത്രയും ഡേയ്സിൽ ഇതിൻ്റെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇനിയിപ്പം ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കുമല്ലോ. ഒരു 2 ആഴ്ച എന്തായാലും ഇവിടെ തന്നെ നിൽക്കണം. ഇവർക്ക് വേണ്ട മിക്സർ കൊടുക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് വെച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പം സ്യൂഡോമോണാസ് എന്ന് പറയുന്ന അറിയാലോ, അതൊരു ഓർഗാനിക്, അതൊരു ഈ ജീവാണുവാണ്. അപ്പം അത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് മാത്രമാണ് ഞാൻ ഇതിന് എക്സ്ട്രാ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചറിനെയൊക്കെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഇതിന് മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പം അത് കാണാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്തത്. ഞാൻ മണ്ണ് യൂസ് ചെയ്തിട്ടില്ല, ചകിരിച്ചോറും അത് ചാണകപ്പൊടിയും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ, അതായത് ഇതിന് മുന്നേ ഉള്ള വീഡിയോ കണ്ടാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒപ്പം കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്നെ പോലെ തുടങ്ങിയ ഇതുപോലെ പ്ലാന്റ് പേരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഷുവറായിട്ടും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എനിക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്റ്റാർട്ടറാണ്. അപ്പം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ എന്തെങ്കിലും റെമഡീസ് അല്ലെങ്കിൽ ഇന്നപോലെ ചെയ്താൽ പറ്റും എന്നൊക്കെ ഉള്ളത് കമൻസിൽ അറിയിച്ചാൽ വലിയ കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.